ഇത് പെണ്ണിന്റെ മാമൻ, ഒറ്റ മാമനേ ഉള്ളൂ, സുഗതം മാമൻ. മന്മന എന്ത് ചെയ്യണു? ആള് ദുബായിലാണ്. ഡ്രൈവറാണ്. 10 വർഷമായി ദുബായിലാണ്. എന്റെ ഇവിടുന്ന് പോയത് ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ടുള്ള വിസയിലാണ് പോയത്. ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അച്ഛൻ ഞങ്ങളെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ആ വിസ അത് പറ്റിക്കലായിരുന്നു. പിന്നെ ഒരു അറബിയെ വേറെ സുഹൃത്ത് വഴി കണ്ടുമുട്ടി. പിന്നെ അറബിയുടെ കൂടെ നിന്ന് അവിടെ ഡ്രൈവറായിട്ടൊക്കെ ലൈസൻസ് എല്ലാം ശരിയായി അങ്ങനെ വണ്ടി ഓടിക്കലായിരുന്നു. പിന്നെ അറബിക്ക് എന്നെ ഇഷ്ടമായപ്പോ അവിടെ പുള്ളിയുടെ സൂപ്പർ മാർക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ആയിട്ട് അങ്ങനെ കൂടെ കൂടി അങ്ങനെ ഇരിക്കുമ്പോ അറബി മരിച്ചു. പിന്നെ ഇപ്പൊ മക്കളാണ് ഇതൊക്കെ നോക്കണത്. അപ്പൊ പുതിയ പിള്ളേരാണ്. അപ്പൊ അവരും ഞാനുമായിട്ട് പല കാര്യങ്ങളിലും യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് അങ്ങനെ ഞാൻ തന്നെ മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ പോകുന്നു. അയ്യോ, അപ്പൊ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ടേ? ഇവിടെ സ്വന്തമായിട്ട് 4-5 കാറുണ്ട് ഇവർക്ക്. ഞാൻ കാറ് റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അറബിക്ക് അതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെ കൂടെ നിന്ന് എനിക്ക് അതൊക്കെ അറിയാം. അങ്ങനെ ഞാനിപ്പോ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പണി നടക്കുന്നുണ്ട്. തറക്കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ വീട്ടിലാരൊക്കെ ഇപ്പൊ അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ ഞാനാ കെട്ടിച്ചു വിട്ടേ. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഗൾഫിൽ പോകേണ്ടി വന്നേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? അമ്മയ്ക്ക് ഇപ്പൊ 61 എങ്ങനെ അവനവന്റെ കാര്യങ്ങളൊക്കെ? ഇല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മയെ നോക്കാൻ ഒരാള് വേണം. പെട്ടെന്ന് ഒരു മരുമോൾ ആ വീട്ടിലേക്ക് വരണം. അതാണിപ്പോ വയസ്സ് 31 ആയിപ്പോ. 32 32 എന്റെ മനസ്സിലുണ്ടായിരുന്നത് വീടിന്റെ പണി കൂടെ തീർത്തിട്ട് കല്യാണം കഴിക്കാന്നുള്ളതായിരുന്നു. പിന്നെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ കിടക്കുമ്പോ ഒരാള് വേണം. അതൊരു ഇതാണ്. നമ്മളെ വിളിച്ചാലോ? വിളിക്കാം. കൗസോ, അവളായിട്ട് കൊണ്ടുപോവാ. കൗസല്ലേ, ഇതാ വരുന്നു. ചാടുത്തു ഇതാണ് മോള് മണ്ടോതിരി. ഇത് മോളെ അമ്മ കൗസെടുത്തി. ഇതാണ് നമ്മളെ ചെക്കൻ കേട്ടോ, മന്മഥൻ എന്നാ പേര്. ദുബൈയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു റെന്റക്കാരൊക്കെ നടത്തി. അങ്ങനെ ഞാൻ അകത്തുനിന്ന് കേട്ടു കേട്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും മുൻപ് പറയാണ്ടെങ്കിലേ അതായിക്കോട്ടെ. അതായിക്കോട്ടെ. അതിനെന്താ, മുണ്ടാട്ടില്ലാത്ത കുട്ടിയാണെന്നും പറയണം. നന്നായിട്ട് വർത്താനം പറഞ്ഞ കുട്ടിയാണ്. ഒരു പണി തൊട്ട് ഓടുന്നു വേണേ പുറത്തു പോയി സംസാരിച്ചോട്ടെ. അല്ലേ ഓടി ഇരിക്കാം. ഈ ചെല്ലുന്ന 10 പേര് സംസാരിച്ചേ. ചാവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് കുടിക്കാം. നീ വിളിക്കാൻ പോകാൻ? അവളെ തന്നെ വിടാൻ പറ്റും. പോയിക്കോട്ടെ, നിങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ ശീതളത്ത ഓൻ പറയാത്ത ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. ബേജാറാവാനൊന്നുമില്ല. ഈ ഇപ്പത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും തെക്കുന്നില്ല. നമ്മുടെ കുട്ടിക്ക് എന്താ കുഴപ്പം? എന്ത് കുഴപ്പം? ഞാൻ ചെറുപ്പം പോലെ കാണണല്ലോ. പിന്നെ വേറൊന്നും, ഒരു തറട്ട് നടന്നില്ലേ, 2400 സ്ക്വയർ ഫീറ്റിലെ വീട് ഉണ്ടാക്കാൻ പോണം. കൊട്ടാരം പോലത്തെ ഒരു വീട്. അത് മൊത്തം അവൾ വേണ്ട തൂത്തുവരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാല്, നിങ്ങളിത് വിടണ്ട. ഇതിപ്പോ കൊറേ നേരമായിട്ട് ഈ പറമ്പ് മുഴുവൻ നടക്കല്ലേ, ഇവിടെ നിന്നാലോ? ഈ മണ്ടോതിരി എന്നുള്ള പേര് ശരിക്കുള്ള പേരാണ്? അതെ. കൊള്ളാം. എന്റെ പേര് മന്മഥനാണെങ്കിലും വീട്ടില് മണിക്കുട്ടാന്ന് അമ്മ വിളിക്കണേ. ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടല്ല. ഞാൻ പഠിപ്പിക്കാം. അല്ല, ഡ്രൈവിങ്ങിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇതാ പഠിക്കണേ അല്ലേ? ബി.എഡ് ഇപ്പൊ കംപ്ലീറ്റ് ആവും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഞാൻ കുറെ പെണ്ണ് കാണാൻ പോയി. പക്ഷെ ഒന്നിനെ എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ടൊരു ഒരു ഇഷ്ടമായില്ല. കുട്ടിയെ കണ്ടപ്പോ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷമായി. എനിക്ക് ഇഷ്ടമായി. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് മാനസികമായിട്ടും. അതുകൊണ്ട് കളറ് തന്നെ കണ്ടില്ലേ, ഒരുപോലത്തെ അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയണോണ്ടൊന്നും തോന്നരുതേ. പറഞ്ഞു. എനിക്കിഷ്ടായില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താന്ന് പറയണേ? അളി എങ്ങനെ ചാടി കളിക്കല്ലേ? മയത്തിന് ചോദിക്കി. ചോദിച്ചോ? അമ്മാവനാണോ ഈ കോലത്തിലാക്കിയത്? നല്ലോണം ചോദിച്ചോ? എനിക്കിതൊക്കെ കേൾക്കണം. എന്താ കുട്ടി അവന് ഇഷ്ടപ്പെട്ടില്ലേ പറയാൻ കാരണം?
അമ്മാവൻ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെന്താ അതാ ഞങ്ങളും ചോദിക്കണേ, എന്താത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചെക്കന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ നീ അവനൊരു കുറവുണ്ട്? അമ്മാവൻ അയാളെ ശരിക്കും നോക്കിയ പിന്നെ മീശയില്ല, തടിച്ചുരുണ്ട് ഒരു മാംസപ്പിണ്ടം. അയ്യോ അയ്യോ അയ്യോ, അപ്പൊ ഇവളുടെ സങ്കല്പത്തിലുള്ള പുരുഷൻ ഏതാണാവോ? അല്ല തടി ഇപ്പൊ വലിയ കുറവാ. അമ്മാവ, അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല. ആ ബ്രോക്കർ ഒരു വയസ്സ് കുറച്ച് പറഞ്ഞപ്പോ തന്നെ അയാൾ ചാടി കയറി പറഞ്ഞു, സത്യസന്ധനാണ്, എനിക്ക് 32 ആയിട്ടാണ്. ഇത്രയും സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. എന്നാ അയാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ഒരു കാര്യം അച്ഛൻ കേട്ടില്ലായിരുന്നോ? അയാളുടെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കാണ്, നോക്കാൻ വേണ്ടിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോണേന്ന്. അത് ശരി. അപ്പൊ കുടുംബം നോക്കണവരെ നിനക്ക് പറ്റിയില്ല? കുടുംബം നോക്കണതല്ല അച്ഛാ, ഞാനിപ്പോ BEd കംപ്ലീറ്റ് ചെയ്യുന്ന എന്തിനാ? എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിട്ടാ. എല്ലാവരോടും കൂടി ഞാൻ പറയാ, എനിക്ക് അയാളെ ഇഷ്ടല്ല. വേറെ നല്ല ആളെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. പിന്നെ മനസ്സിൽ നടക്കുക. അവരോട് ചൂടായി, അതായത് തൊണ്ടത്തെ കുഴപ്പം. ഏട്ടനൊക്കെ പറയാം, മാസത്തിലെ 3-4 പെണ്ണുകാണല്ലോ അവക്ക്. എല്ലാവർക്കും പലഹാരം വാങ്ങിച്ചു കൊടുത്തേ ഇവിടുത്തെ പൈസ തീർന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇതൊക്കെ തിന്നിലിടണം. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല. ഈ നിലയ്ക്കാ പോണെന്ന് വെച്ചാലേ ദേഹപ്പെട്ട ചെന്ന് അവസാനിക്കാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കാലിഫോർണിയയിൽ പോയേ പറ്റും. അല്ല, ഇത് ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് അല്ല, ഇത് മാരേജ് ബ്യൂറോ ആണ്. അതെ, അല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു കല്യാണം വേണം. ശരി, അപ്പൊ കല്യാണം കഴിച്ചിട്ട് വേണം കാലിഫോർണിയയിൽ പോവാൻ. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ അച്ഛന്. അച്ഛന് കല്യാണോ? ആ. പ്രായത്തിലോ? ആ, അച്ഛൻ ഇതുവരെ കല്യാണം കഴിച്ചില്ല. അച്ഛൻ കല്യാണം കഴിച്ചോണ്ടാന്നല്ലോ ഞാനുണ്ടായിനി. അപ്പൊ അമ്മ മരിച്ചു? അമ്മ മരിച്ചു. ഓ സോറി കേട്ടോ. എങ്ങനെയെങ്കിലും നടത്തി തരണം. അല്ല, അപ്പൊ അമ്മ മരിച്ചിട്ട് എത്ര വർഷമായിന്ന് പറഞ്ഞേ? 10-15 കൊല്ലായി. എന്നിട്ട് ഇത്രയും വൈകിട്ട് എന്താ ഇപ്പൊ അച്ഛന് കല്യാണം കഴിക്കാൻ ഒരു പൂതി വന്ന്? ആ പൂതി എന്ന് വെച്ചാല് ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞാട്ട് ഓള് കാലിഫോർണിയയിലേക്ക് പോയി. നിങ്ങളെ ഭാര്യയോ? ആ, ഇപ്പൊ ഒരു 6-7 കൊല്ലായി ഓളാടെ തന്നെ. അത് ശരി. ഞാൻ വീട്ടിൽ ഓളാടി. അപ്പൊ ഓള് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നാ അതാ നമുക്ക് എന്തെങ്കിലും പണി ശരിയാക്കി തരാം, അപ്പൊ ഒന്നിച്ച് ജീവിക്കാലോ. ഓ, ഇയാൾ വയസ്സ് ആയല്ലോ, ഇനിയിപ്പോ പ്രശ്നമില്ല. അപ്പൊ എങ്ങനെ ഒന്നിച്ചൊരാള് വേണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി എടുത്തത്. അപ്പൊ വീട്ടിൽ നിർബന്ധം, മൂപ്പർക്ക് കല്യാണം കഴിച്ചേ പറ്റൂന്ന്. ഞാൻ പെണ്ണിനെ അന്വേഷിക്കുമ്പോ എനക്കൊരു അബദ്ധം പറ്റി. അതായത് ഞാനൊരു മാട്രിമോണി പോയി രജിസ്റ്റർ ചെയ്തു. അപ്പൊ അവരൊരു ഫോണിൽ നെറ്റിൽ തന്നു ഫോണ്. അപ്പൊ എന്റെ ഫോൺ നോക്കുമ്പോ ഒരുപാട് നല്ല പെണ്ണുങ്ങള്, നല്ല സുന്ദരിമാരായ ഐശ്വര്യരായ പോലത്തെ സുന്ദരിമാരായ എന്തൊരു ശൈലിന്റെ പെണ്ണുങ്ങള്. ഭയങ്കര സന്തോഷമായി. അത് വീണ്ടും ഞാൻ അവിടെ പോയാലും പറഞ്ഞു, 10,000 ഉറുപ്യ തന്നാല് നിങ്ങൾക്ക് ഇതേത് പെണ്ണിനെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം, കല്യാണം കഴിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ 10,000 ഉറുപ്യ ഇല്ലാത്ത പൈസ, അന്ന് പൈസ ഒന്നും ഇല്ല, അച്ഛന്ന് 10 പൈസ തരില്ല. ഇങ്ങനെ കാണുന്നില്ലോ, നമ്മളിപ്പോ അച്ഛന് വേണ്ടി ത്യാഗം ചെയ്യുന്നു കല്യാണം വരെ. അപ്പൊ ആയിക്കോട്ടെ, 10,000 ഉറുപ്യ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പക്ഷെ വീട്ടിൽ നെറ്റ് നോക്കുമ്പോ എല്ലാം ചളിങ്ങിയത് പൊളിങ്ങിയതും കളിങ്ങിയതൊക്കെ എന്റെ പെണ്ണുങ്ങളാണ്. ഒന്നിനും കളറുമില്ല. മാത്രമല്ല ചിലത് പെണ്ണോ ആണോ തിരിയാത്ത ആള്. വലിയ പ്രശ്നമായി. ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അച്ഛന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ പേടിയല്ലുള്ളൂ. അച്ഛന്റെ കാര്യത്തിൽ എങ്ങനെ നല്ല ശരിയാക്കി കൊടുക്കണം. ഇതിപ്പോ ഈ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ നോക്കാലോ അല്ലേ? ഇനി ഭർത്താക്കന്മാർ മരിച്ചതോ അങ്ങനെ ഭാര്യ മരിച്ചതോ അങ്ങനത്തെ ഒന്നും നോക്കാനില്ല. ചൊവ്വയോ ബുധനോ വ്യാഴോ വെള്ളിയോ അത് വിഷയം. അത് പറ്റൂല. തരക്കേടില്ലല്ല. ഭർത്താക്കന്മാർ മരിച്ചൊന്നും പറ്റില്ല. എന്തേ? അല്ല അതെല്ലാം ചൊവ്വയില്ലതും പറ്റൂല. ചൊവ്വയില്ലതും പറ്റൂലേ? ചൊവ്വയില്ല പിന്നെ ഞാൻ ഉടനെ ചാവാനാ. ഇതെല്ലാം പറ്റുന്ന ഉറച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കീനി. അത് പറ്റൂല. ഞാൻ അന്നേരം പറഞ്ഞു, നീ ഒരു കുഴപ്പ. അല്ല, നിങ്ങൾ കച്ചറോടണ്ട, ഞാനൊരു പണി ചെയ്യാം. ഒരു പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ. എനിക്ക് കാലിഫോർണിയയിൽ പോയേ പറ്റൂ. അച്ഛൻ എങ്ങനെയും ഒരു പെണ്ണ് ശരിയാക്കി കൊടുക്കണം. ശരി, ഞാൻ ഏറ്റ് കേട്ടോ, പേടിക്കണ്ട. അത്ര ഒന്നും പ്രായം വേണ്ട പെണ്ണ്. അത് വയസ്സായ തൊണ്ടനും തൊണ്ടിയായ പിന്നെ അങ്ങനെ നമ്മളെ കാര്യങ്ങൾ നടക്കല്. അതുകൊണ്ട് കുറച്ച് പ്രായം കുറഞ്ഞ പെണ്ണ് തന്നെ ആവണം. ചിന്തകളുണ്ടോ? എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു 6,000 ഉറുപ്യ ഇവിടെ അടച്ചിട്ട് പോയിക്കോളി. 6,000 ഉറുപ്യ രജിസ്ട്രേഷൻ ഫീസാണേ. പ്രശ്നമൊന്നുമില്ല, ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി കൊടുക്കണം. എന്താ അച്ഛന്റെ പേരെന്താ? ശരിയാകും. എവിടെയെങ്കിലും സ്ഥലം എവിടെയാ? സമയ ചെറുത്തിൽ.
നമ്മളെല്ലാം കല്യാണം കഴിച്ച് ഞാനെ പണ്ട് ക്ലീനർ ആയിട്ടായിരുന്നു. അന്ന് ബസ് കണ്ടക്ടർ, ക്ലീനർ ഇവർക്കെല്ലാം നല്ല ഡിമാൻഡ് ആയിരുന്നു. കോളേജിൽ പോകുമ്പോൾ എല്ലാം പെണ്ണുങ്ങൾ നോക്കും. അങ്ങനെ ഈ നേഴ്സ് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് 10 പൈസ ഉണ്ടായില്ല, ഒന്നും സഹായിച്ചിട്ടില്ല, ഒരു സഹായം ഉണ്ടായില്ല. കല്യാണത്തിന് ഒരു 10 ഉറുപ്പ്യ തന്നില്ല, ഞാനിപ്പോ 6000 ഉറുപ്പ്യ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ പെൺകുട്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ, ഭയങ്കര ഡിമാൻഡാ പെൺകുട്ടിക്കൊക്കെ. അതേ ഗവൺമെന്റ് പണിയെല്ലാം വേണ്ടേ. ഇതുവരെ പോയിട്ട് ഇങ്ങനെ ആക്കിയില്ല ഞാൻ. എങ്ങനെയെങ്കിലും ശരിയാക്കില്ല അച്ഛാ, പേടിക്കണ്ട കേട്ടോ. ഒരു കല്യാണം ഞാൻ ശരിയായി തരാം. അങ്ങനെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. വീട്ടിൽ പോയിട്ട് ചൊറാക്കല കേട്ടാ, പറഞ്ഞോണ്ടിരിക്കല്ല. കല്യാണം 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 എന്ന് പറഞ്ഞോണ്ട് 65-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ പൂതി, ആ ചെറുപ്പക്കാരികളെ വേണമെന്ന്. ആ ശീതളേട്ടാ, നിങ്ങള് വീണ്ടും വന്നല്ലേ? വരാണ്ട് പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് സങ്കടമാണ്. എന്താ ചെയ്യാ, കുട്ടികളുടെ ഓരോരോ. അല്ല ഇതിപ്പോ എന്താ, ഇതിപ്പോ നിങ്ങളെ മോളെ പ്രശ്നം മാത്രമല്ല ഇത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ ഡിമാൻഡ് ഭയങ്കര. 30 കഴിഞ്ഞ ചെക്കന്മാരെ അവർക്ക് വേണ്ട, 28, 29, 27 ചോദിക്കണേ. പിന്നെ ചെറിയ ജോലി ഉള്ളവർക്കൊന്നും പെണ്ണിട്ടുന്നില്ല. എന്താ ഇപ്പൊ കഥ? പിന്നെ ഇപ്പൊ ഇവരുടെ സങ്കല്പം എന്താന്നും പിടുത്തല്ലേ നമുക്ക്. പഴയ കാലം എന്നല്ല. അതെ അതെ അതെ, ഒരു കുടുംബം നോക്കണ ഒരാളെ പോരാ ഇവർക്ക്. ഇപ്പൊ പുതിയൊരു കേസിന്റെ അടുത്ത് 2-3 വന്നിട്ടുണ്ട്. അതില് ഒന്ന് നിങ്ങൾക്ക് പറ്റിയൊരു വകുപ്പാണ്, നല്ല തറവാട്ടുകാരാ. അതെ അല്ലേ? അപ്പൊ ഒരു മറ്റന്നാളെ അയാൾക്ക് സമയമുള്ളൂ. അപ്പൊ മറ്റന്നാൾ ഞാൻ ഒരേ കുട്ടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. അയ്യോ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഇല്ലല്ലോ, അതൊന്നും കഴിക്കാറില്ല. ഞങ്ങളൊന്നും കഴിച്ചാ മതി. അച്ഛൻ പിന്നെ എടുക്കും, പക്ഷെ അച്ഛന് ഷുഗറാ. അപ്പൊ സീതളേട്ടാ, കഴിഞ്ഞതൊക്കെ നിങ്ങളാണ്ട് മറന്നാളി. കഴിഞ്ഞ ആലോചനകളൊക്കെ നടക്കാണ്ട് പോയത് ഓള നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്ന ഈ ബന്ധമുണ്ടല്ലോ, ഇത് പച്ചയായ ഒരു ബന്ധ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കർഷകശ്രീ അവാർഡ് കിട്ടിയ മനുഷ്യനത്. സത്യന്റെ അച്ഛൻ സുമേശേട്ടൻ 8 ഏക്കർ ഭൂമി കൃഷിയാ. 8 അല്ല, അതിൽ കൂടുതലുണ്ട്. ആ കേട്ടോ, അതിലൊരു 5-6 ഏക്കർ വയൽ തന്നെയാണ്. പിന്നെ തെങ്ങും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷി 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 ഇതന്നെ. അച്ഛന്റെ മോൻ തന്നെയാണ് അത്. ഇതാ കൃഷിപ്പണി തന്നെ. കൃഷി വകുപ്പിന് ജോലി കിട്ടി ആ മാണ്ടാന്ന് വെച്ചിട്ട് പറമ്പിലെ കൃഷിക്ക് ഇറങ്ങിയ ആളാണ്. അല്ല, ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാ, ശരിക്കും ഞാൻ ജോലിക്ക് പോയി. ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ജോലിക്ക് പോയി. പിന്നെ ഈ ജോലിയും അച്ഛന്റെ കൃഷിപ്പണിയും അച്ഛനെ സഹായിക്കല് എല്ലാം കൂടെ നടക്കണില്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറെ ചെറുപ്പം മുതലേ ഈ കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. അപ്പൊ അച്ഛനെ സഹായിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പൊ സീതളേട്ടാ, നിങ്ങളിപ്പോ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന നമ്മള് ഗോപാലേട്ടന്റെ വീഡിയോ എന്നല്ലേ? ഇവര് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കില്ല, ഒക്കെ അവരുടെ ഒടിയിലുണ്ട്. പച്ചക്കറി ആയാലും പലവ്യഞ്ജനായാലും എന്തായാലും. ഞങ്ങളിപ്പോ പുറത്തുനിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത് ഇവന് വേണ്ടിയിട്ട് ഒരു കുട്ടിയാണ്. അതൊന്നും അല്ല കേട്ടോ, മുണ്ടു ഷർട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ തമാശ ഫാമിലിയാ. വേറെ കാര്യം നോക്കി, ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നില്ലേ, ആരെങ്കിലും കൂടെ അച്ഛൻ വന്നിക്കണോ? മോന് നിർബന്ധം അച്ഛൻ വരണം. ഞാൻ അച്ഛനോട് സത്യം പറഞ്ഞ അച്ഛനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അച്ഛനെന്ന് വെച്ചാല് എങ്ങനെയാണ് പെണ്ണ് കാണുക എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. അച്ഛനും അമ്മയും പ്രേമിച്ചില്ലാണ് കഴിച്ചതാ. അപ്പൊ അതെങ്ങനെയാന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. എന്നാ പിന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ ഒരു രസികൻ ഫാമിലിയാ. പെരയില് അമ്മയുണ്ട്, പിന്നെ ഒരു പെങ്ങളൊക്കെ കെട്ടിച്ചയച്ചിക്കണ്. അമ്മയും വരാന്നാ ഞാൻ പറഞ്ഞു. എല്ലാരും കൂടെ കൂട്ടിട്ട് പെണ്ണാണാൻ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ. ഈ പച്ചക്കറിന്റെ കാര്യമൊക്കെ അമ്മയാ. വീടിന്റെ ചുറ്റോടത്തൊക്കെ പച്ചക്കറിയാ, കുമ്പളങ്ങ, തക്കാളി, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ എന്തായാലും മണ്ടൂര് പോയാല് ഇത്തിരി നേരം നിൽക്കാൻ സമയം ഉണ്ടാവില്ല, ഫുള്ള് പണി വയ്ക്കും. പൈക്കളെ തന്നെ നോക്കാല്ലേ, 10-15 പൈക്കളെ പാല് കറക്കണോ, ചാണകം പറഞ്ഞ എന്തൊക്കെ പണിയുണ്ട്. അല്ല അതിനൊക്കെ ആള് വേറെ ഉണ്ടോ? അല്ല ഉണ്ട്, എന്നാലും പെണ്ണ് വരുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ അല്ല വേറെ ഇപ്പൊ എനിക്കങ്ങനെ പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര സൗന്ദര്യ സങ്കല്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ തുറന്ന് പറയാന്ന് മാത്രം. നമ്മുടെ വീടിന് പറ്റിയ ആളാവണം, പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാവണം, അത്രക്കേ ഉള്ളൂ. കൃഷിപ്പണി ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. ഓ സത്യ, ഇനിയിപ്പോ എനിക്ക് കുട്ടീനോട് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലും അതാവാട്ടോ. എന്നാ പിന്നെ ആയിക്കോട്ടെ. അല്ല വേണ്ട, അല്ലെങ്കിൽ എന്താ സംസാരിക്കാനുള്ളത്? ഇപ്പൊ മണ്ടൂരെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാലോ, വീടിന് പഠിക്കാണെന്നൊക്കെ അറിയാം. സംസാരിക്കാനൊന്നുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനൊരു സംസാരിക്കാം. ഉണ്ടോ? സംസാരിക്കണോ? അവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങള്
ആ ഇപ്പൊ തിരക്കാവും അല്ലേ? ഇറങ്ങല്ല അച്ഛാ. ഞാനെന്താ വെച്ചാലേ കൃഷിഭവനിൽ കുറച്ച് വളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാഴയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഇത് കൊണ്ടു കൊടുക്കണം. തിരക്കന്നെ അല്ലേ? ശരി ഇറങ്ങച്ചാ. അപ്പൊ ശരിയേട്ടാ, കാര്യങ്ങള് നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ശരി. അങ്ങനെ സത്യാഗ്രഹങ്ങളൊക്കെ നടത്തിയ അമ്മേ പിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ് ഇത്രയും നിഷ്കളങ്കനായ ഒരു ചെക്കനാണ്. ഇതിലപ്പുറം ഇനിയൊന്നും കിട്ടാൻ ഭയം ഉണ്ടാവില്ല. പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി ശരി. ആ നല്ല തറവാട്ടാരാ. ഞാൻ പറയാനങ്ങോട്ട് നിക്ക. എനിക്കിഷ്ടായില്ല. അതെന്താ എനിക്കിഷ്ടായില്ല. അത് തന്നെ. ഇതെന്താ നിനക്ക് ഇഷ്ടാവാഞ്ഞ്? ഇതിന്റെ കാരണം എന്താ? ഇവിടെ വന്നിട്ട് ഇനി നിന്റെ ഇഷ്ടക്കുറവൊന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഇനി ആൾക്കാരെ ഇവിടെ കൊണ്ടുവരണം. എന്താ നിന്റെ പ്രശ്നം? അച്ഛ അവര് പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞേ? അവിടെ നടത്തി പശുവും കൃഷിയും. അതുകൊണ്ട് എന്റെ നെഞ്ചത്താ പശു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും എന്നെ നോക്കാൻ സമയം. എന്താ നിനക്ക് മറുപടി പറയാ? ഇതിപ്പോ എത്രാമത്തെ ആലോചന ഈ കൊണ്ടുവരുന്ന നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അമ്മ നിങ്ങൾ എന്താ എന്റെ മാനസികാവസ്ഥ മനസ്സിലാകാത്തെ? എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് എന്ത് സങ്കല്പം നിന്റെ? എനിക്ക് ജോലിക്ക് പോണം, എന്നെ കാര്യമായിട്ട് നോക്കണം. ഇതിപ്പോ അവർക്ക് അവിടെ ഒന്നിനും സമയമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വളം എടുക്കാൻ പോണ വഴി ഇങ്ങോട്ട് കേറിയെന്നേ ഉള്ളൂ എന്നെ കാണാൻ. ഇതൊക്കെ നിന്റെ തോന്നലുകളല്ലേ? നിന്നെ ജോലിക്ക് വിടില്ലെന്ന് അയാൾ പറഞ്ഞോ? അയാളെ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ജോലിക്കൊന്നും വിടില്ലാന്ന്. ഞാൻ എന്റെ ദൈവമേ, അമ്മ അയാൾക്ക് നല്ല പ്രായമുണ്ടമ്മേ. എന്റെ മോളെ ഒന്ന് പെയ്യ പറ. എന്താ ചായക്കൊന്ന്? നീ ഇങ്ങനെ വരുന്ന കല്യാണങ്ങളൊക്കെ ഇങ്ങനെ മുടക്കി കഴിഞ്ഞാ കുട്ടി നിനക്കും വയസ്സായി വരില്ലേ? നീ ഇത് എന്ത് ഭാവിച്ചാ? എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നവരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഹലോ ഹലോ. ആ ഇതല്ല മാഷേ, ഞാനാണ് മൊയ്തുള്ളത്. ഞാൻ കുറെ നേരമായി നിങ്ങളെ ട്രൈ ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ് എൻഗേഡ് ആണല്ലോ. ആ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാ. അതെ, ഒരു ഉഗ്രൻ ചെക്കൻ വന്ന് പെട്ടിക്കണം. ആ അതെ അതെ, ഇത് നിങ്ങൾക്ക് പറ്റിയ ചെക്കനാ. നിങ്ങളെ മോൾ ഇതിനൊരു എതിരെ അഭിപ്രായം പറയില്ല, എനിക്ക് ഉറപ്പാ. ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞ നല്ല ചുള്ളൻ ചെക്കൻ. ഹലോ, നിങ്ങൾ നാളെ 11 മണിക്ക് ഒരു വണ്ടിയായിട്ട് ബാങ്കിലേക്ക് വരും. ഞാനും ഫീൽഡ് ഓഫീസറും കൂടി വന്ന ആ സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ലോണിന്റെ കാര്യം തീരുമാനിക്കാം. ഞാൻ ഇന്നിത്തിരി ബിസിയാണ്. മനസ്സിലായി. നമുക്ക് അങ്ങോട്ട് എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ഓരോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ. 1, 2, 3 ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്നിത്തിരി ബിസിയിലാണ്. 11 മണിക്ക് വരൂ. ഓക്കെ, സോറി. അപ്പൊ ശീതളതാ, കഴിഞ്ഞതൊക്കെ നിങ്ങളിട്ട് മറന്നാളി. കഴിഞ്ഞ ആലോചന ഒന്നും ശരിയാവാത്തത് നിങ്ങളെ മോളെ ഭാഗ്യത്തിനാന്ന് കുട്ടിയാൽ മതി. ഇതാണ് നമുക്ക് ചേർന്ന ബന്ധം. ബാങ്ക് മാനേജറാണ്, M.Com റാങ്ക് ഹോൾഡർ. നമ്മളെ സർക്കാർ ബാങ്കിലാ. അച്ഛനും ബാങ്ക് മാനേജർ തന്നെയാണ്. അച്ഛൻ റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുന്നുണ്ട്. അമ്മയും നിങ്ങളും ഒരു കൂട്ടാ. അതായത് അമ്മ ടീച്ചർ നിങ്ങൾ ഹെഡ്മാസ്റ്റർ ആണല്ലോ. ഹെഡ്മാസ്റ്റർ റിട്ടയർഡ് ആണ്. പിന്നെ വീട്ടിൽ വേറെ ആരും ഒറ്റ മോൻ, ഒറ്റ തടിയാ. പിന്നെ പറയാൻ വിട്ട് വൈറ്റിലെ ജംഗ്ഷൻ തന്നെ 2 നില വീട്. അപ്പൊ വണ്ടിയൊക്കെ ഏതിനാ പോവാ? വീട് റോഡ് സൈഡ്, വണ്ടി റോഡിൽ കൂടെ പോകും. എന്താണ് നിങ്ങള്? പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് പ്യാരിജാതൻ ആദ്യമായിട്ട് പെണ്ണാൻ വരിക. നിങ്ങളെ മോളെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഏത് ബ്രാഞ്ചിലാ വർക്ക് ചെയ്യണേ? ഇപ്പൊ പനമ്പള്ളി നഗറിലാണ്. ആണല്ലേ? ഓ, അപ്പൊ അടുത്ത് തന്നെ വീടും സൗകര്യമായി. മോളെ വിളിക്കുന്നാല് ഒരു കാണേ. കൗസോ,
കൗസല്യ അപ്പൊ അമ്മേ ഇതാണ് പ്യാരിയാള് വണ്ടിയോ ബാങ്ക് മാനേജറാണേ. ഇനി എന്തെങ്കിലും പ്യാരിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലൊക്കെ സംസാരിക്കട്ടോ. സംസാരിക്കണമെന്നില്ല. ഇല്ല ഓനൊന്നും സംസാരിക്കല്ലാന്നാ പറയണേ. അതെ, മോക്കൊന്ന് സംസാരിച്ചാ കൊള്ളാവുന്നുണ്ട്. ആണോ? വിരോധമുണ്ടോ? വേണമെന്നില്ല. അത് കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചോ. ചായ ഇവിടെ നോട്ടെ, വന്നിട്ട് കുടിക്കാം. ചെല്ലു, പ്രത്യേകിച്ച് ചെല്ലു. ഇതേട്ടാ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറിയാ. ലോട്ടറി എന്ന് പറഞ്ഞാൽ പോലെ ബമ്പറാണിത്. ഇനി ഇന്നോട് പറയരുത്, ഇനി ഇക്കാര്യത്തിന് ഈ പെരയിലേക്ക് മൊഴി വരൂല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എത്ര നടത്താ ഇങ്ങോട്ട് നടക്കണം, ഞാൻ എത്ര ചായ ഇവിടുന്ന് കുടിക്കണം.